ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയൊരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിച്ചുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അതിൻ്റെ കുറച്ച് തിരക്കല്ലാണ്. ഏട്ടനും അടുത്ത് ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. അവർ കുറേ നാളുകൾക്ക് ശേഷമാണ് വാവേനെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരു മാസത്തിൻ്റെ വല്ലതായോ? കറക്റ്റ് ഒരു മാസമായില്ലേ? ഏകദേശം 28-നല്ലേ വന്നേ? 28-നാ വന്നേ. അല്ല, വാവേന്റെ 28-ന്. ചേച്ചീന്റെ കൂടെയാന്ന്. ചേച്ചീനെ ശരിക്കും മനസ്സിലായി. ചേച്ചി വന്നാൽ മാത്രമേ ഇപ്പൊ കുറെ നേരം കിടന്ന് കളിക്കുള്ളൂ. വാവേന്റെ 28-ന് വന്നിട്ട് പോയതാണ് ഇവര്. അപ്പൊ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ടായി ഇവര് പോയിട്ട്. അപ്പം ആ ഒരു മാസത്തെ ഗ്യാപ്പായല്ലോ. അപ്പൊ ഇവര് പറയും ഓരോരിക്ക വാവ വരുമ്പോ ഓരോരോ മാസം കൂടി കൂടി പെട്ടെന്ന് വലുതാവുമല്ലോ. ഇനി ഒരു വർഷമൊന്നും പോകുന്നത് ഇനി അറിയില്ല. അതിനിടയിൽ അത്രയും പ്രാവശ്യമല്ലേ വരുള്ളൂ എന്നല്ല ഇങ്ങനെ പറയാൻ നമ്മളവിടെ ഇരുന്നിട്ട്. മെലിച്ച നിച്ചുനെ വഴി തെറ്റിക്കല്ലേ, കുഞ്ഞിക്ക് സ്കൂളിൽ പോണ്ടേന്ന്. വേഗം ബോളൊന്നും കളിക്കാൻ സമയമില്ല. യാമീനെ കണ്ട വലിയച്ചാ? അതാരാന്നാ? വലുതായിനാ? എടുക്കറോ? എടുക്ക്. വെളിച്ചന് ഒരു 5 മാസം ആകുമ്പോ എടുക്കാൻ ധൈര്യമുള്ളൂ. വലുതായാ? കൊറേ നിച്ചുവിന് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം സ്നാക്സ് ഉണ്ടാക്കുമെന്ന്. അപ്പം ഞാനിങ്ങനെ കേസരി പോലെ ആക്കിയിട്ട് അത് ഉണ്ടയാക്കി കൊടുക്കും. ഇന്നാളെ ഒരു ദിവസം ആക്കി കൊടുത്തപ്പോൾ നിച്ചുവിന് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് ഏതായാലും അത് ഉണ്ടാക്കാമെന്ന് വെച്ചു. പെട്ടെന്ന് ആവുകയും ചെയ്യുമല്ലോ. റവ ഒന്ന് നെയ്യിൽ ചൂടാക്കുക, അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിക്കുക. എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. നമ്മൾ കേസരി ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഇടാം. പക്ഷെ നിച്ചുട്ടിക്ക് അത് തീരെ ഇഷ്ടമല്ല. ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് വെറുതെ എന്നാണ് ഇഷ്ടമാണ്. പക്ഷെ കേസരിൻ്റെ കൂടെ ഇടുന്നതും മുന്തിരി പിന്നെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ അതൊന്നും ഞാൻ ഇട്ടിച്ചില്ല. ഒന്ന് നനച്ച് നല്ലോണം വേവിച്ച് കൊടുത്തിട്ട് ഇനി റൗണ്ട് ആക്കിയിട്ട് എടുത്തിട്ട് ടിഫിൻ പാക്ക് ചെയ്യണം. ആ സമയം കൊണ്ട് ഞാൻ വേഗം മോളെ റെഡിയാക്കുകയാണ്. ഇന്നിപ്പോൾ വെളിച്ചെണ്ണ കൂടിയെല്ലാം രാവിലെ കളിയെല്ലായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എണീക്കാനും. പിന്നെ കുറച്ച് നേരം ഓടിച്ചാടി കളിയും അവരെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എല്ലാം കുറച്ച് ലേറ്റായി. അതുകൊണ്ട് വേഗം ഡ്രസ്സ് റെഡിയിപ്പിച്ചു. ആദ്യം ഞാനൊരു വൈറ്റ് ഉടുപ്പും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റും കൂടിയാണ് റെഡിയിപ്പിക്കാൻ നോക്കിയത്. പിന്നെ ഞാൻ വെച്ച് നല്ല മഴയല്ലേ, അപ്പം ബാത്റൂമിലെല്ലാം പോകുന്ന സമയത്ത് പാൻറ്റ് കുറച്ച് വലുതാണ്, കയറ്റിയിട്ട് ഒന്ന് മടക്കുമെല്ലാം വേണം മേലെ. അത് മോക്ക് ബുദ്ധിമുട്ടാവുമോ എന്ന് വെച്ചിട്ട് അത് മാറ്റിയിട്ട് ഈ ഒരു ഫ്രോക്ക് ഇടിയിട്ട് കൊടുത്തു. നിച്ചുടിക്ക് കംഫർട്ടായ കുറച്ച് ഡ്രസ്സുകളുണ്ട്. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇത് വേണ്ട, ഇത് ചൊറിയും നിന്നാലും പറഞ്ഞിട്ട് ഇങ്ങനെ കുഴപ്പാക്കാൻ തുടങ്ങും. ലാസ്റ്റ് എങ്ങനെല്ലോ കൂടെ ഇട്ടിട്ട് കൊടുത്ത് ഇനി മുടി കെട്ടണം, ബാക്കി പൊട്ടിടലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട് അത്രേ. പൊമ്മക്കളാകുമ്പോൾ ഇങ്ങനെയാണല്ലോ, നമുക്ക് ഫുള്ള് ഒരുക്കി റെഡിയാക്കിയിട്ടല്ലേ വിടാൻ പറ്റുക. അപ്പം എനിക്കാണെങ്കിൽ എല്ലാം ഇങ്ങനെ പെർഫെക്റ്റ് ആക്കിയിട്ട് വിടുകയും വേണം. ചേട്ടൻ പറയുന്നത് എനിക്ക് എന്തെല്ലാം കാര്യമാണ് ഇങ്ങനെ ആലോചിച്ച് വെക്കണ്ടല്ലേ. തലേ ദിവസം ഞാൻ പറയും നാളെ ഏത് ഉടുപ്പാണ് അടിക്കുക, നാളെ എന്താ സ്നാക്സ് കൊടുത്തു വിടുക, അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഓർത്ത് വെക്കണ്ടേ അല്ലേ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫുള്ളായിട്ട് ഒരുക്കിയിട്ട് വിടാൻ ഭയങ്കര ഇഷ്ടമാണ്. മാച്ചിങ് വളയും മാലയും അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് അങ്ങനെ കുഞ്ഞുമക്കളെ ഒരുക്കി വിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പൊമ്മക്കളാകുമ്പോൾ നമുക്ക് അങ്ങനെയെല്ലാം ചെയ്യാം. യാമിയും കൂടെ വന്നപ്പോൾ ഏട്ടൻ പറയും എനിക്ക് തന്നെ ഒരുങ്ങാൻ കുറേ സമയം വേണം, ഇനി നീ നിൻ്റെ മോളെ ഒരുക്കി മറ്റേ യാമിനെ ഒരുക്കി എല്ലാവരെയും കൂടെ ഒരുക്കിയിട്ട് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഞാൻ പെട്ടുപോകുമല്ലോ എന്ന് പറയലാണ്. ഞാൻ പറയും അതെ ഏട്ടൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളത് സുന്ദരിയായിട്ട് കൊണ്ടുപോയാലല്ലേ ഏട്ടനെ കുറച്ച് ഒരു ഗംഭീരം നടക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ സുന്ദരികളാവുന്നവരെ ഏട്ടൻ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നിച്ചുട്ടിനെ ഞാൻ ഇങ്ങനെ ഒരുക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓട്ടോ വരേണ്ട സമയമായി, മഴയും വരുന്നുണ്ട്. അപ്പം നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. അതിനെന്നാ അയ്യേ എൻ്റെ മോള് കുഞ്ഞു വാവയല്ലേ, എത്ര വലുതായാലും. വെളിച്ചനെയും കൂട്ടിക്കോ സ്കൂളിലേക്ക്. വെളിച്ച ഇപ്പൊ കയറാൻ പോകുമ്പോ ആന്റി പറയും പോ അങ്ങോട്ട് വെളിച്ച. ഇന്ന് നിച്ചുട്ടി ഇറങ്ങുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് കുറച്ചൊരു മടിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പോണ്ടെന്നല്ല ഇങ്ങനെ 2-3 വട്ടം പറഞ്ഞു. പക്ഷെ അധികം വാശിയൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പം സെറ്റായിട്ട് സ്കൂൾ ഇഷ്ടമായിട്ടുണ്ട് ആൾക്ക്. ആദ്യത്തെ 1-2 ദിവസമെല്ലാം ഭയങ്കര കരച്ചിലാണ് രാവിലെ, പക്ഷെ ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഓട്ടോയിലാണ് ഇപ്പോൾ പോകുന്നത്, അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ വണ്ടിയിൽ കൊണ്ടാക്കുന്ന സമയത്ത് അതിന് വാശി ഉണ്ടായേ. വണ്ടിയിൽ അവിടെ എത്തി ഇറങ്ങി നമ്മളെ അതുവരെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ. ഇപ്പോൾ ഓട്ടോ ആയതുകൊണ്ട് പ്രശ്നമില്ല, ഇവിടുന്ന് കയറി ടാറ്റയെല്ലാം പറഞ്ഞങ്ങ് പോയിക്കോളും.
യാമിക്കുട്ടി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അമ്മമ്മേൻ്റെ കയ്യിലുണ്ടേ. നല്ല സുഖം തന്നെ, നല്ല മഴയത്ത് പൊതിച്ചിട്ട് ഇങ്ങനെ അമ്മമ്മേനെ പറ്റി കിടക്കുന്നുണ്ട് ഒരാൾ. ഇതാ അമ്മമ്മയാണെങ്കിൽ താഴെ വെക്കൂല്ല. ഇങ്ങനെ ആകുമ്പോൾ കുറേ നേരം ഉറങ്ങുള്ളൂ. സുഖമായിട്ട് മഴയത്ത്, നല്ല മഴയാണ് ഇന്ന്. ഉറങ്ങിക്കോ. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഭയങ്കര മഴയാണ്. ഇന്നലെ മുതൽ രാത്രിയേ മഴയാണ്. അതുകൊണ്ട് ഗ്യാപ്പേ ഇല്ല. നല്ല തണുപ്പാണ് പുറത്തെല്ലാം. തൊട്ടിലെല്ലാം കിടന്നിട്ട് ഇതാ യാമിക്കുട്ടി ശീലമായി വരുന്നേ ഉള്ളൂ കേട്ടോ. ചെറിയ ഒച്ച കേട്ടാൽ തന്നെ അപ്പം എണീക്കുവേ. കയ്യിൽ കിടന്നിട്ട് അതങ്ങ് നല്ല സുഖമായിട്ട് ഉറങ്ങും. ബെഡിൽ വെച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കെല്ലാം കുഞ്ഞു പാവകൾ ഇപ്പം പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കുറേ നേരം ബെഡിലെല്ലാം കിടന്ന് ഉറങ്ങുമോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. കയ്യിൽ കിടന്ന് ശീലമായിട്ടാണോ എന്നറിയില്ല. അങ്ങനെ ശീലം ആക്കിയെന്ന് വെച്ചാൽ കുറച്ച് കയ്യിൽ പിടിച്ച് കിടത്തി ശീലമാക്കിന് അത്ര തന്നെ. പക്ഷെ ബെഡിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അങ്ങ് എണീറ്റോളും. തൊട്ടിലും ഇപ്പോൾ ശീലമായി വരുന്നേ ഉള്ളൂ. ഈ തൊട്ടിൽ എവിടുന്ന വാങ്ങിച്ചതെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിന് അന്നൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടപ്പോൾ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഉപയോഗമുള്ള സാധനമാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയും ഉണ്ട്. മെറ്റീരിയൽ ആയാലും ഇതിനകത്തൊരു കുഷ്യനും വരുന്നുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഈ മെറ്റീരിയൽ വാഷ് ചെയ്യാനും പറ്റും. നമ്മളിങ്ങനെ ഹാങ് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ് വാങ്ങിച്ചത്. ഹോളിൽ ഓൾറെഡി ഒരു ഹുക്ക് ഉണ്ട്. അതിനകത്ത് കയറ് കെട്ടിയിട്ട് ഇത് അതിനകത്ത് ഹാങ് ചെയ്യുന്ന രീതിക്കുള്ളത്. ഇനി അങ്ങനെ ഹുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനലിൻ്റെ കമ്പിക്കോ അല്ലെങ്കിൽ ചുമരിനോ ഒക്കെ ഡ്രില്ല് ചെയ്തിട്ട് വെക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. അങ്ങനത്തെ ടൈപ്പുള്ളത് വേറെ ഉണ്ട് കേട്ടോ. ഞാൻ പ്രൊഡക്ട്സ് ഇവിടെ ടാഗ് ചെയ്യുക. താഴെ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഇന്ന് അമ്മ നല്ല സ്പെഷ്യൽ കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് അവിയൽ. നല്ല അടിപൊളി അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മേൻ്റെ സ്പെഷ്യൽ സാമ്പാറുണ്ട്. പിന്നെ വറവുണ്ട്. പടവലങ്ങ വറവാണ്. മീനൊന്നും വന്നിട്ടില്ല. ഇപ്പം ട്രോളിങ് നിരോധനമെല്ലാം ആണല്ലോ. അതുകൊണ്ട് പിന്നെ മീൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വെജ് ഫുഡാണ് മൊത്തത്തിൽ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. സമയം ഇപ്പം 1 മണിയാവാനായേ. 3 മണിയാകുമ്പോഴേക്കും നിച്ചുട്ടി വരും കേട്ടോ. നിച്ചുട്ടി ഓട്ടോയിൽ ആണല്ലോ വരുന്നത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ വരും. ഓട്ടോയിൽ വരുന്ന പിള്ളേർ കുറച്ച് നേരത്തെ കൊണ്ടുവിടലുണ്ട്. അതുകൊണ്ട് 3 മണിയാകുമ്പോഴേക്ക് എത്തും. ഒരു സാധനം പറയാൻ മറന്നുപോയേ. ഇത് അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. ഉപ്പുമാവിനെ കൊണ്ട്. അയ്യോ നല്ല ടേസ്റ്റാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണേ. പക്ഷെ ഇന്നലെ കൂട്ടുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. വേഗം ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് ഒന്ന് അംഗനവാടി പോകുന്നതാണേ. എനിക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ. ഡെലിവറി കഴിഞ്ഞാലും കിട്ടും. കുട്ടിക്ക് ഫുഡ് കൊടുക്കാനാവുന്നവരെ കിട്ടും. പിന്നെ അമൃതം പൊടിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് വേഗം പോയിട്ട് വരാം. ഈ വഴിയിലേക്കൂടെ പോകുമ്പോൾ ഞാനുമായിട്ട് ഇങ്ങനെ പറയുന്നത് എത്ര പെട്ടെന്നാണ് നിച്ചൂട്ടിൻ്റെ അംഗനവാടി കാലഘട്ടം കഴിഞ്ഞത്. ഇതാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അംഗനവാടിയിൽ എത്തിയിട്ട് സാധനം മേടിക്കാൻ വേണ്ടി മാത്രമല്ല, ടീച്ചർ ഒന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫേസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് വേണ്ടി പോകാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഏട്ടനാണ് പോയിട്ട് സാധനം മേടിക്കൽ. ഇന്ന് ഇതും കൂടെ വേണ്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനും കൂടെ പോയത്. അങ്ങനെ ടീച്ചറെ കണ്ട് അതെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നിച്ചൂട്ടിനെല്ലാം അന്വേഷിച്ചു എന്തുണ്ട് എന്നെല്ലാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. പ്രഗ്നൻ്റ് ആയ ആ സമയം മുതൽ ഈ സമയം വരെ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നുറുക്ക് ഗോതമ്പ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് കിട്ടും. ഒരു 200 ഗ്രാം എങ്ങാണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും 1/4 ലിറ്റർ വെളിച്ചെണ്ണയും. ഇത് മൂന്നുമാണ് കിട്ടൽ. ഇനി നുറുക്ക് ഗോതമ്പ് ഇല്ലാത്ത മാസങ്ങളിൽ അതിന് പകരമായിട്ട് ഗോതമ്പാണ് കിട്ടൽ. അതും ഇത്രയാണ് നമ്മുടെ അംഗനവാടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഗോതമ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം നുറുക്ക് ഗോതമ്പാനും. ഗോതമ്പ് കിട്ടിയ പണിയാണ്. ഇത് കഴുകി ഉണക്കി പൊടിപ്പിക്കുമല്ലോ വേണ്ടേ. അപ്പോൾ നിങ്ങളുടെ അംഗനവാടിയിൽ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്നെല്ലാം എന്തെല്ലാം കിട്ടുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ തന്നെയാണോ വേറെ എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. മഴ വീണ്ടും പാറാൻ തുടങ്ങി. എന്താ നിച്ചുട്ടിനെ കൂട്ടാൻ കുടയിലെടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ടേ. നിച്ചുട്ടിനെ 2 ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെ. നിച്ചുട്ടിക്ക് വേണ്ടിയിട്ട് ഇതാ എന്നാണ് പിങ്ക് ടെഡി ബിയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അതുകൊണ്ട് ഇതാ പിങ്ക് ടെഡി ബിയറിനെ കാണിച്ചു കൊടുക്കും. രാവിലെ കാണിച്ചിട്ടില്ലല്ലോ അല്ലേ? ഒന്നും മനസ്സിലായിട്ടില്ല. എന്നാല് സമയമായി 2:45 2:50 ആയിട്ടുണ്ട്. ചിലപ്പോൾ 3 മണി ആവലുണ്ട്, അല്ലെങ്കിൽ 2:55 അങ്ങനെയെല്ലാം അന്ന് വരുത്ത്. അപ്പോൾ നോക്കാം. കറക്റ്റ് സമയമാകുമ്പോഴേക്ക് നല്ല മഴയും വരുന്നുണ്ട്. പെരുമഴയായിരിക്കും ചില സമയത്ത്.
അങ്ങനെ ഓട്ടോയിൽ അടച്ചു ഫുള്ള് സൈഡെല്ലാം അടച്ചിട്ട് വരുമ്പോൾ നിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ അതിനുള്ളിൽ ഞാൻ തട്ടിക്കൊണ്ട് വന്നോളെ അത് അങ്ങനെ ഫുള്ള് സൈഡെല്ലാം അടച്ചിട്ട് വന്നില്ലേ ഓട്ടോൻ്റെ ഇതെല്ലാം താത്തിയിട്ട്. എന്നിട്ട് ഞാൻ വെച്ചാൽ പേടിയാനൊക്കെ പറഞ്ഞു ഇല്ല നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. നിച്ചൂട്ടി വരുന്നുണ്ടേ കൂട്ടട്ടെ. ചക്കരലിൻ്റെ കൈമ എന്നാ നോക്ക് എന്നാ വെച്ചോ വെച്ചു പറ. എന്റെ അമ്മേ അതാ നിലത്ത് കളിയാവും കണ്ണേ കണ്ണേ കെട്ടിപ്പിടിക്കറാ നിശ്ചിത എത്രയാണ് നീളുണ്ട് താഴെയിടല്ല. നമ്മളെ മുടിയെല്ലാം സെറ്റപ്പ് ആയപ്പോ ഇവ വൃത്തിക്ക് നിക്കുന്നുണ്ടല്ലേ. കാണിച്ചു ചൂട്ടി ബാക്ക് കാണിക്ക്. അത് കുറച്ച് കഴിയുമ്പോ പക്ഷെ ഇളകും ഇപ്പൊ ചില ഭാഗം അടങ്ങി നിക്കുമ്പോ നല്ല രസമുണ്ട്. പക്ഷെ കുറച്ച് ഇളകി പോകും. സ്കൂളിലൊന്നും പോകുമ്പോ കെട്ടാൻ പറ്റില്ല അങ്ങനെ. ആ സൈഡിൽ നിന്നെല്ലാം ഇളകാൻ തുടങ്ങും. യാമീന എന്താ നോക്കാത്തെ? എന്താ യാമീന കളിക്കുന്നില്ല ഉറങ്ങിയത്. ഡാൻസ് ഒന്നും കളിക്കുന്നില്ല. അത് പിടിപ്പിക്കും ഇങ്ങനെ പിടിക്കും. കണ്ണേ വിളി നിച്ചു ചേച്ചി വന്നു പറ. ഓ എല്ലാരും ഉണ്ടല്ലോ നിച്ചൂട്ടി. ഇപ്പുറത്തെ അറ്റത്ത് യാമീനെയും കൂടി ഇരുത്തിയാലോ? അതിന്റെ അറ്റത്ത് യാമീനെയും കൂടി ഇരുത്തട്ടാ. എല്ലാരും ആയില്ലേ? നല്ല ഐഡിയ അല്ലേ? യാമീനെ ഇരുത്ത അതിന്റെ ഇപ്പുറത്ത് നിച്ചും കൂടി ഇരുന്നോ. ഈ ടെഡി ബിയർ നിച്ചുട്ടിന്റെ ഫ്രണ്ട് കൊണ്ട് തന്നെയാണേ. നിച്ചുട്ടിക്ക് യാഗ്നിക അല്ലേ മോളെ? യാഗ്നിക ഗിഫ്റ്റ് ചെയ്തതാണ്. യാഗ്നികന്റെ അമ്മയും അമ്മമ്മയും അനിയനും എല്ലാം കൂടെ യാമീനെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നെയാണ് ഈ ഒരു ടെഡി ബിയർ. അപ്പൊ അതിന്റെ ചെറുത് ഇവിടെ പണ്ടേ ഉണ്ട്. അപ്പൊ നിച്ചു ആ ചെറുതിനെ യാമിയാക്കി വലുത് നിച്ചു അല്ലേ. അടുത്ത ദിവസമാണേ ഇന്ന്. ഇത് അമ്മേന്റെ സ്പെഷ്യൽ ബിരിയാണിയാണേ. നോൺ വെജ് കഴിക്കാത്ത അമ്മ ബിരിയാണി ഉണ്ടാക്കുമോ നിന്ന് അറിയാലോ. അമ്മ ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കി തരുത്തുണ്ട്. പക്ഷെ അമ്മക്ക് ഇന്നൊരാഗ്രഹം അമ്മക്ക് ബിരിയാണി ഉണ്ടാക്കി തരണം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട്. അപ്പോൾ ഇത് അമ്മ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടേ. ഞാൻ കാണിച്ചു തരാം എന്തായി അമ്മേൻ്റെ ബിരിയാണി പരിപാടി. യാമിയാന്നേ നല്ല ഉറക്കാന്ന് കേട്ടാ. എല്ലാവരും എൻഗേജ്ഡ് ആയതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തിട്ട് വന്നതാണ് അടുക്കളയിലേക്ക്. ഇങ്ങനെ കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല. ഇതാ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. എന്തായി അമ്മ? ബിരിയാണി റൈസ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റൈസ് അമ്മ ഓപ്പൺ ബോട്ടിലാക്കല് കുക്കറിലാക്കല്ല അമ്മ. അങ്ങനെ കറക്റ്റ് വേവ് കിട്ടാൻ വേണ്ടിട്ട്. മസാലയായാ? മസാല ഓക്കെ. ഇനി മസാലയെല്ലാം ഒന്ന് റൈസിന്റെ അടിയിലിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ദമ്മലിടണം. അങ്ങനെയാണ് അമ്മ ആദ്യം ഇതെല്ലാം ഉപ്പ് എരിവെല്ലാം ഉള്ളി വഴറ്റുമ്പോൾ നോക്കുവേ. ബാക്കി ചിക്കൻ ഇട്ടിട്ട് നമ്മളെ കൊണ്ട് നോക്കിപ്പിക്കും എങ്ങനെയുണ്ട് ഉപ്പ് എരിവെല്ലെന്ന്. അങ്ങനെയാണ് ചെമ്മീൻ കറിയും മീൻ കറിയും ഇങ്ങനത്തെ നോൺ വെജ് എല്ലാം ആക്കി പിക്കല്. അത്രയും വേണ്ടോ മസാല? അത്രയല്ലോ വേണ്ടോ? അമ്മ കൂട്ടലേ ഇല്ല. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ ഇപ്പൊ ഏതപ്പോ ആക്കാൻ പഠിച്ചമ്മേ? നോൺ വെജ് ആക്കാൻ അല്ല, ഇതിനിടയ്ക്ക് ഒരു ചിക്കൻ പെരട്ടാക്കിന്. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന്. ചിക്കൻ ചുക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അത് ഇതിനിടയ്ക്ക് ആക്കിയത്. ഇപ്പൊ പിന്നെ ഞാൻ ആക്കാത്തോണ്ട് അമ്മ കൊറേ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ചിക്കനില്. ഞാൻ വന്നേ പിന്നെ അമ്മ മടി പിടിച്ച് നിൽക്കുന്നുണ്ടായി നിങ്ങളെ ടേസ്റ്റിന് ആവൂലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പിന്നെ പക്ഷെ നല്ല ഉണ്ടായിന്. അത് ചിക്കൻ കറിയും ഇന്നാളെ ഒരു നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കിന്. അതും നല്ല ഉണ്ടായിന്. അമ്മ മക്കൾക്ക് വേണ്ടിട്ട് പഠിച്ചതാണ് പണ്ട്. ഇവര് രണ്ടാളും വലുതായപ്പം അല്ല ചെറുതുണ്ടാവുമ്പോ തന്നെ ഇവർക്ക് ചിക്കൻ കഴിക്കാൻ കൊതിയല്ലേ. അതുകൊണ്ട് അമ്മ അങ്ങനെ പഠിച്ചെടുത്താന്നല്ലേ. വീട്ടിന്റെ അടുത്ത് ഉണ്ടായ ജൈനാൻറ്റി. ഇപ്പൊ ജൈനാൻറ്റി പറഞ്ഞത് ഞാനാക്കിയ കറിയാ ടേസ്റ്റ്. ഇത്തരങ്ങളിൽ അതാ ഭയങ്കര ഇഷ്ടം.
ആ കൂട്ടാത്തവരാക്കിയാൽ നല്ല ടേസ്റ്റ് ആവെന്ന് പറയും. അത് അമ്മ വറുത്തരച്ചിട്ടില്ല, ജൈനാൻറ്റി വറുത്തരച്ചില്ല, അവര് മുളക് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്ന ടേസ്റ്റ് ഉണ്ടായിന്. ഇന്നാളാക്കിന് വറുത്തരച്ച ചിക്കൻ കറി നല്ല രസം ഉണ്ടായി. അത് ആ ഒരു ടൈപ്പ് നമുക്ക് ശരിക്കും അറിയുള്ളൂ വറുത്തരച്ച്. ഇപ്പൊ അമ്മ യൂട്യൂബെല്ലാം നോക്കി പ്രോ ആയി ഇപ്പൊ ചിക്കനില്. ചില ചില ഷോർട്സ് പെട്ടെന്ന് തലയിൽ കാണും, പക്ഷെ അമ്മ മറന്നു പോകുമ്പോളെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൈസത്താവൂല, ഞാനത് മറക്കും, പിന്നെ എടുത്ത് നോക്കാം. അതുകൊണ്ട് അമ്മ എഴുതി വെക്കുന്നേ. അമ്മ എഴുതി വെക്കും നോട്ടിന്റെ അറ്റത്തെല്ലാം എങ്ങനെ ഉണ്ടാക്കുവാന്ന് എഴുതി വെച്ചിട്ട് അത് നോക്കിയാൽ പിന്നെ ആക്കാം. ഏതായാലും മസാല കാണാൻ നല്ലുണ്ട്, അതിന് തിന്നിട്ട് പറയാം. ശരിയായിരിക്കും, നല്ലുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അത് മിക്സ് ആവുമ്പോ ശരിയായിക്കോളും. എന്നാ വെല്ലിസിനോട് എത്ര മിഠായി മേടിക്കാനാ പറഞ്ഞേ? ഒരു മിഠായിയാ? ഇത് എത്ര എണ്ണ? എന്റെ നിച്ചൂസേ, എന്തെന്നിത്? എന്നാ നിച്ചു ഇത് സ്കൂളിൽ പോകുമ്പോഴേണ്ട മാലയാ? എല്ലാ കുടുംബത്തിലും ഫസ്റ്റ് ജനിക്കുന്ന കുഞ്ഞിക്ക് ഭയങ്കര ഭാഗ്യമായിരിക്കും അല്ലേ, അവരെ സ്നേഹിക്കാൻ എല്ലാവരും ഉണ്ടാവുമല്ലോ. പിന്നെ പിന്നെ ആൾക്കാരാകുമ്പോൾ കുട്ടികൾ കൂടി വരുമല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ട്. എല്ലാ കുടുംബത്തിലും ഫസ്റ്റ് കുഞ്ഞിക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, എല്ലാ സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കലും. അങ്ങനെ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഓമനിച്ച് ഇതാ നിച്ചുട്ടി ഇത്രയും ആയിട്ടുണ്ട്. ഇതാ വെല്ലിച്ചനോട് മിഠായി വേണമെന്ന് പറയേണ്ട താമസം വെല്ലിച്ചൻ പോയിട്ട് ഇതാ ഒരു 4 മിഠായി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മോക്ക് മുന്തിരി ഇഷ്ടമല്ല? നിശ്ചയം ഇഷ്ടമല്ല ഉണക്ക മുന്തിരി. മോക്ക് മുന്തിരി മാറ്റിയിട്ട് തരും കേട്ടാ, അച്ചക്ക് മാറ്റി കൊടുക്കാം. കാണാൻ നല്ല രസം, എനിക്കിഷ്ടമാണ് ഇടക്കിടക്ക് കഴിക്കാൻ ഒരു മധുരം. ഓക്കെ, ആ വെജ് ബിരിയാണിയിലും ഇടക്കിടക്ക് അടിക്കാൻ രസമാണ്. പക്ഷെ അർജുന് തീരെ ഇഷ്ടമല്ല. അവൻ വിടണ്ട വന്നിട്ട് ഇപ്പൊ ഇടേ ചെയ്യാത്ത, പക്ഷെ നല്ലുണ്ട്. ഇനി ഇപ്പൊ 12 അരിയായി, പിന്നെ 1 മണി ഓഫ് ചെയ്തേ. ആ ചൂടിനങ്ങനെ ആയിക്കോളും, സെറ്റ് ആവട്ടെ. അമ്മ കാണുമ്പോ തിന്നാൻ കൊതിയാവുന്നു. അരമണിക്കൂർ കഴിയട്ടെ, ഒന്ന് സെറ്റ് ആയിട്ട് കഴിക്കാം. ചീനച്ചട്ടി വെച്ചിട്ട് ദോശക്കല്ല് വെച്ചിട്ട് അതിന്റെ മേലെ അത് കാണാൻ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് അമ്മ. അമ്മ നല്ലോണം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരി ഇഷ്ടല്ല അർജുന്. പക്ഷെ ഞാൻ കുറച്ചിട്ട് അവൻ പറയും മുന്തിരി ഇടണ്ടാന്ന്. കുറച്ചിട്ട് ക്യാരറ്റും എല്ലാം ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ടേസ്റ്റ് അറിയില്ല, കാണാൻ നല്ലുണ്ട് കേട്ടോ ശരിക്കും. അമ്മേൻ്റെ ബിരിയാണീൻ്റെ മണമുള്ളതുകൊണ്ടാണ് ഒന്ന് ഇന്ന് എല്ലാവർക്കും ഭയങ്കര വിശപ്പ്, അതുകൊണ്ട് വേഗം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കുമെന്നേ. ഇതാ ടേസ്റ്റ് ചെയ്ത് നോക്കി, അമ്മേൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. വിചാരിച്ചതിനേക്കാളും കൂടുതൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് നമ്മൾ ഒരു കല്യാണത്തിനൊക്കെ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ അല്ല, പക്ഷേ അതിൽ അമ്മേൻ്റെ ഒരു ടച്ച് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് ടെൻഷനാണ് ഇങ്ങനത്തെ ഡിഷെല്ലാം ഉണ്ടാക്കുമ്പോൾ ശരിയാവോ നമ്മൾ കഴിക്കാത്തതുകൊണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഡെലിവറി സ്റ്റോറി വീഡിയോ കണ്ടിട്ട് കുറേ കമൻസ് ഉണ്ടായിനെ, കരയിപ്പിച്ച് കളഞ്ഞു, കുറേ പേര് കരഞ്ഞു, അങ്ങനെ കുറേ കമൻസ് ഉണ്ടായിനെ. അപ്പം ഞാൻ അന്നേയുള്ള ഇതൊന്നും നിങ്ങൾ കുറേ കമൻറ്റ് ചെയ്യലുണ്ടല്ലോ, സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്തത്. നിച്ചുട്ടിൻ്റെ എനിക്ക് സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല കേട്ടോ. കുറച്ച് 2-3-4 ദിവസം കൊണ്ട് തന്നെ ഞാൻ പെർഫെക്റ്റ്ലി ഓക്കെ ആയി, വേദനയും ഇല്ല, ഒന്നുമില്ല, ഓടിച്ചാടി നടക്കാൻ തുടങ്ങി. ഇനി ഓരോരോ യോഗം ഉണ്ടാവുമല്ലോ നമ്മൾ ഇന്ന സ്റ്റേജിലൂടെയെല്ലാം കടന്നു പോകണമെന്ന്, അങ്ങനെ ഒരു അനുഭവിക്കാനുള്ള യോഗമുണ്ട്, അതുകൊണ്ട് അനുഭവിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ആയത് എന്താ അറിയോ, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഒന്നുമല്ല എന്ന് തോന്നിപ്പോയത് അതിൻ്റെ അടിയിൽ വന്ന കമൻസ് വായിച്ചിട്ടാണ്. എത്രയോ ആൾക്കാർക്ക് അത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നി. അപ്പോൾ നമുക്കുണ്ടായതൊന്നും ഒന്നുമല്ല, ഇതിനേക്കാളും വലുത് ബുദ്ധിമുട്ടുകളാണെന്ന് തോന്നി. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇനി പ്രഗ്നൻ്റ് ആവാൻ പോകുന്നവരോ ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് റെയർ കേസസ് ആണ്. ഇത്രയും ആൾക്കാരിൽ അത്രയും ആൾക്കാർക്കല്ലേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫസ്റ്റ് സി സെക്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു എന്ന് മാത്രം. നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.